സുരേഷ് ഗോപിക്കെതിരെയും അബ്ദുള്ളക്കുട്ടിക്കെതിരെയും ബി.ജെ.പി. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ച തലമുതിർന്ന ബി.ജെ.പി. നേതാവ് സി.കെ. പത്മനാഭൻ ബി.ജെ.പി. വിടുന്നു. സി.കെ. പത്മനാഭൻ ബി.ജെ.പി. വിടുന്നു എന്ന വാർത്ത ശക്തമാണ്. സി.കെ. പത്മനാഭൻ അതിനിശ്ചിതമായാണ് സുരേഷ് ഗോപിയെയും അബ്ദുള്ളക്കുട്ടിയെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെയും ഒക്കെ വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ വിമർശനം അതിരുകടന്നതായി ബി.ജെ.പിയും കണക്കുകൂട്ടി. പക്ഷേ അതിരുകടന്ന വിമർശനം താൻ മനഃപൂർവ്വം തന്നെ ഉന്നയിച്ചു എന്നതാണ് സി.കെ. പത്മനാഭൻ പറയാതെ പറയുന്നത്. ബി.ജെ.പിയിൽ കുറച്ചു കാലമായി അദ്ദേഹം അവഗണന നേരിടുന്നു. പുതിയ നേതാക്കൾ വരുമ്പോൾ പഴയ നേതാക്കളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നു. ഇതാണ് സി.കെ. പത്മനാഭനെ ചൊടിപ്പിച്ചതും സുരേഷ് ഗോപിക്കും അബ്ദുള്ളക്കുട്ടിക്കും എതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചതും. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച വിമർശനം ശ്രദ്ധേയമാണ്. സുരേഷ് ഗോപി ബി.ജെ.പിക്കാരനല്ല, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമറിയില്ല, സുരേഷ് ഗോപി സിനിമാ നടൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതമാത എന്നൊക്കെ സുരേഷ് ഗോപി വിശേഷിപ്പിച്ച് സ്വയം അപഹാസ്യനായത്. അബ്ദുള്ളക്കുട്ടി ബി.ജെ.പിയിലെത്തിയതുകൊണ്ട് ആകെയുണ്ടായ നേട്ടം അബ്ദുള്ളക്കുട്ടിക്ക് തന്നെയെന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, മറ്റ് പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലെത്തുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതും തെറ്റായ കീഴ്വഴക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചു. പത്മജ വേണുഗോപാലിനെയാണ് ഈ കാര്യത്തിൽ അദ്ദേഹം വ്യംഗ്യമായി പരാമർശിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തുന്നവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത ബി.ജെ.പിക്കുണ്ട്. അതൊക്കെയാണ് തുറന്ന് പറഞ്ഞത്. മാത്രമല്ല, ക്രൈസ്തവരുടെ വോട്ടുകൾ എക്കാലവും ബി.ജെ.പിക്ക് ലഭിക്കില്ല എന്ന സത്യവും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കളുടെ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ലഭിച്ചു എന്ന് കരുതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കണമെന്നില്ല. മാത്രമല്ല, മുസ്ലിങ്ങൾ കൂടുതലായി ബി.ജെ.പിയിലേക്ക് വന്നാൽ മാത്രമേ കേരളത്തിലെ ബി.ജെ.പിക്ക് രക്ഷയുണ്ടാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വ്യംഗ്യമായി പരാമർശിച്ചു. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, സി.കെ. പത്മനാഭന് ബി.ജെ.പി. മതിയായി. സി.കെ. പത്മനാഭനെ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിർത്തി ബി.ജെ.പിക്കാർ ചതിച്ചതാരും മറക്കില്ല. തിരുവനന്തപുരത്തെ ലോക്സഭാ ഇലക്ഷൻ നിർത്തിയാണ് സി.കെ. പത്മനാഭനെ ചതിച്ചു കളഞ്ഞത്. ബി.ജെ.പി. അന്ന് വോട്ട് മറിച്ചു ബൾക്കായി. അതൊക്കെ ഒരു കാലത്തെ ചരിത്രമാണ്. എന്തായാലും കുറച്ചു കാലമായി സി.കെ. പത്മനാഭൻ ബി.ജെ.പിയിൽ സജീവമല്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടാടുകയാണ്. ഒരുപാട് സഹനം ചെയ്ത പല ബി.ജെ.പി. പ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർ, ഒരുപാട് ത്യാഗം സഹിച്ച പ്രവർത്തകർ ഇപ്പോഴും വെള്ളംകോരികളും വിറക് വെട്ടിക്കാരും ഒക്കെയായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, സാധാരണക്കാരായ പ്രവർത്തകർ ഒരുപാടുണ്ട്. ബി.ജെ.പി. വളർത്താൻ വേണ്ടി ചോര ചീന്തിയ പ്രവർത്തകർ ഒരുപാടുണ്ട്. അവരൊക്കെ നിരാശയിലാണ്. അവരെയൊക്കെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം തഴഞ്ഞിരിക്കുന്നു. ഇതാണ് സി.കെ. പത്മനാഭന്റെ ഗുരുതരമായ ആരോപണം. എന്തായാലും സി.കെ.പിയുടെ ആരോപണം വളരെ ഗുരുതരമാണ്. അത് ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നു. സി.കെ. പത്മനാഭൻ പറഞ്ഞത് ശരിയാണ്. മറ്റ് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കൊക്കെ വരുന്നവരെ വലിയ ആഹ്ലാദപൂർവ്വം, വലിയ ആഘോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. അതാണ് സി.കെ. പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സി.കെ. പത്മനാഭൻ ബി.ജെ.പി. വിടുന്നു എന്ന സൂചന ശക്തമാകുന്നു.